അപ്പോളേ ഞങ്ങള് നാട്ടിൽ പോവാണ്. എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചോട്ടാ. ഒരു 10 ദിവസത്തിന് പോയിട്ട് വരാം. അപ്പൊ പറഞ്ഞ പോലെ ബൈ. അപ്പൊ സ്കാനിങ് കൂടെ പെട്ടെന്ന് കഴിഞ്ഞു. ഇവിടെ കയറാൻ പോട്ടാ. നമ്മള് കൊടുന്ന ഭക്ഷണം ബർഗർ നമ്മൾ കൊടുന്ന് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിക്കാൻ പോകണം. നല്ല ഇഷ്ടമുണ്ട്. നമ്മൾ 3 വർഷത്തിന് ശേഷം ഫ്ലൈറ്റിൽ കയറി ഇനി നാട്ടിലോട്ട് പറക്കാൻ പോവാണ്. അയ്യോ, ചിക്കൻ കറി റൈസ് 8 മിനിറ്റ് ചൂടിൽ. അപ്പൊ ഇവിടെ നൂഡിൽസ് എത്തിയിട്ടുണ്ട്. ഇത് 4 മിനിറ്റ് കഴിഞ്ഞ് തുറക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് കഴിക്കാം. ഇവരൊരു സ്പൂൺ തന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഞാൻ വിചാരിച്ച ആദ്യം പൊട്ടിയെന്നുണ്ട്. പക്ഷെ ഇത് തുറന്നിട്ടാണ് കഴിക്കേണ്ടത്. അറിയില്ല. എത്തിയിട്ടുണ്ടോ? എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. നല്ല മാലബൾബൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടാക്സിയിൽ വന്നു. ടാക്സിയിൽ പോകണോ? അപ്പം അമ്മച്ചി അപ്പച്ചനൊക്കെ ചെറുതായിരുന്നു. നല്ല തണുപ്പുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സംശയം അപ്പൊ നമ്മളിതിപ്പോ കുരുമുളക് കണ്ടിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടയ്ക്കാം. അപ്പൊ ഈ പടക്കണക്ക് മുന്നേ ലാസ്റ്റ് ഒരു ഐറ്റം കൂടി ഉണ്ട്. എന്താണ്? നാടൻ വെളിച്ചെണ്ണ ലേശം ഒഴിച്ചു കൊടുക്കുന്നത്.
അപ്പോൾ ഇന്ന് നമ്മുടെ അപ്പച്ചനായിട്ടാണ് കുക്കിംഗ് ഉണ്ടാവും. സ്പെഷ്യൽ കുക്കിംഗ് ആണ്. വീട്ടിൽ നാളെ പെരുന്നാളാണ്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് വിത്ത് ജോന്റെ സ്പെഷ്യലുകൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പച്ചനും അമ്മച്ചും ഭയങ്കര നിർബന്ധം. ഒന്നും നോക്കിയില്ല, നമ്മൾ പടക്കാറുണ്ട് അങ്ങനെ. Koilapong. അപ്പൊ സീതാർമണി ഇപ്പൊ എടുത്തോ, ഒരു 3 നാളെടുത്തോ. അങ്ങനെ ഇളനീരും കുടിച്ചു തുടങ്ങി. അപ്പോൾ PCR ടെസ്റ്റ് കഴിഞ്ഞു. ഇവിടുത്തെ റിസൾട്ട് കിട്ടി, നെഗറ്റീവാട്ടാ. അപ്പോൾ ഞങ്ങൾ കയറുകയാണ്. അപ്പോൾ അതാ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്ത ചപ്പാത്തിയും ചിക്കൻ കറിയും പട്ടക്കയാണ്. എന്നിപ്പോൾ നല്ല വിശപ്പ്.
പോന്നോണ്ടിരിക്കുകയാണ്. ആകാംക്ഷപരമായിട്ട് പെട്ടി തുറക്കുകയാണ്. ആദ്യത്തെ പെട്ടി തുറക്കാൻ കേട്ടോ. പറഞ്ഞ പോലെ അപ്പൊ ഇവിടെ എത്തി കുളിച്ച് ഫ്രഷായി. ഇതാ ഒരാള് സ്കൂളിൽ പോയി തിരിച്ചു വന്നു, ആള് വന്നുകൊണ്ട്. അപ്പോ എല്ലാം കൊണ്ടും ഞങ്ങളുടെ ഷോർട്ട് വെക്കേഷൻ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. പോയ കാര്യങ്ങളൊക്കെ ഒരുവിധം ഭംഗിയായി, എല്ലാവരും ഹാപ്പിയായി. നാട്ടുകാരൊക്കെ കണ്ടപ്പോൾ നമ്മളൊരു ഹാപ്പിയായി. ഇതുപോലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ടെൻഷനൊക്കെ ഒന്ന് മാറി കിട്ടുന്നു മനസ്സിലായി. കുറെ കാര്യങ്ങൾ കണ്ടു. പ്രകൃതി നല്ല പച്ചപ്പില് ഇങ്ങനെ തിളങ്ങി നിൽക്കായിരുന്നു. കേരളം തന്നെയാണ്, അതിലൊരു സംശയമില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. Bye bye.